ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഇന്നലത്തെ മാച്ചായ ഈജിപ്റ്റ് വേഴ്സസ് അർജൻറ്റീന പോരാട്ടം. അത് ഒരു ലോകകപ്പ് ക്ലാസിക് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ലോകകപ്പ് റൗണ്ട് ഓഫ് 16 എതിരാളികൾ അർജൻറ്റീനയും ഈജിപ്റ്റും. എല്ലാവരും കരുതിയത് അർജൻറ്റീന എളുപ്പത്തിൽ ജയിക്കണം. പക്ഷേ തുടങ്ങിയ കഥ മാറി, മത്സരത്തിൻ്റെ കഥ മാറിയതാണ്. തുടങ്ങിയ പാടെ തന്നെ ഒരു 10-15 മിനിറ്റോടെ തന്നെ മത്സരത്തിൻ്റെ ഗതി മാറുന്നൊരവസ്ഥയാണ് നമുക്കിന്നലെ കാണാൻ കഴിഞ്ഞത്. ഈജിപ്റ്റ് ആത്മവിശ്വാസത്തോടെ ആക്രമിച്ചു. ആദ്യ പകുതിയിൽ യാസർ ഇബ്രാഹിം ഗോൾ നേടി അവർക്ക് വേണ്ടി. അങ്ങനെ ഈജിപ്റ്റ് 1 അർജൻറ്റീന 0 മാറി. 1-0 അർജൻറ്റീന പിന്നിലായി. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അർജൻറ്റീനയ്ക്ക് സമനില നേടാൻ വേണ്ടി സുവർണ്ണ അവസരം, ഒരു പെനാൽറ്റി ബോക്സിനകത്ത് വെച്ച് നമ്മുടെ ഒരു പ്ലെയറിനെ വലിച്ചിട്ട് പെനാൽറ്റി ബോക്സിനകത്ത് കയറിയ ഒരു പ്ലെയറിനെ അർജൻറ്റീന താരത്തെ ഈജിപ്തിൻ്റെ ഒരു പ്ലെയർ പെനാൽറ്റി ബോക്സിനകത്ത് വലിച്ചിട്ട് ഒരു പെനാൽറ്റിക്കുള്ള അവസരം കിട്ടി. പക്ഷേ നമ്മുടെ ലയണൽ മെസ്സി അത് വെളിയിൽ കളഞ്ഞില്ല. നമ്മുടെ കഴിഞ്ഞ തവണ ഒരു പെനാൽറ്റി ഷൂട്ടിട്ട് ഏത് പൊസിഷനിലോട്ടാണ് അടിച്ചത് ആ പൊസിഷനിൽ തന്നെ അടിച്ചത്. പക്ഷേങ്കിൽ ഈ തവണ ഗോൾ കീപ്പർ സേവ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പുള്ളി ഒരു പെനാൽറ്റി മിസ്സാക്കി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കൊന്നും പോകാനില്ല. കാരണം പുള്ളി അതിനും വലിയ ഇമ്പാക്റ്റാണ് ഒരു അർജൻറ്റീനിയൻ ടീമിന് വേണ്ടി പുള്ളി സ്വന്തം ടീമിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. പിന്നെ പെനാൽറ്റി ലോകം മുഴുവൻ മെസ്സിയിലേക്കാണ് നോക്കി. ആ ഒരു പെനാൽറ്റി എടുക്കുന്ന സമയത്ത് ലോകം മുഴുവൻ മെസ്സിയിലേക്കെന്ന് വെച്ചാൽ ഒരു ഗോളിന് പുറകിലാണ്. വേൾഡ് കപ്പ് ക്വാർട്ടറിലേക്ക് കടക്കേണ്ട ഒരു മത്സരമാണ്. അന്നേരം അത് ഒരു ഗോൾ നേടിക്കഴിഞ്ഞാൽ അത് ഒരാശ്വാസമാണ്. അന്നേരം കളി കാണുന്ന ടി വിയിലായാലും ഗാലറിയിൽ നിന്ന് കളി കാണുന്ന എല്ലാം മെസ്സിയുടെ കാലുകളിലേക്കായിരിക്കാം എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷെങ്കിൽ ആ ഒരു പ്രതീക്ഷ ഉണ്ടായില്ല, അത് നിരാശയായിപ്പോയി. എന്നാലും പക്ഷേ വിശ്വസിക്കാനാകാത്ത വിധം മെസ്സിയുടെ ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞു. ആ ഒരു പ്ലെയർ വളരെ കോൺഫിഡൻസോടെ കൂടെ തന്നെയാണ് മെസ്സിയുടെ ഷോട്ട് തടഞ്ഞിട്ടത്. പിന്നെ സ്റ്റേഡിയം നിശബ്ദമായി. പലരും പറഞ്ഞു ഇന്ന് അർജൻറ്റീന പുറത്താകും. പലരും പറഞ്ഞു ഇന്ന് അർജൻറ്റീന പുറത്താകും, ഇന്ന് അർജൻറ്റീന കയറത്തില്ല. വിരോധികളും പള്ളിയുടെ റൊണാൾഡോയുടെ ആൾക്കാരായാലും ബ്രസീലിൻ്റെ ആൾക്കാരെല്ലാം ഞങ്ങളുടെ കട്ടൗട്ട് അടിക്കുന്നതും ഞങ്ങളുടെ ഫ്രാഞ്ചൈസ് താഴ്ന്നതൊക്കെ നോക്കി ഇരിക്കുന്നവരുടെ എല്ലാം അണ്ണാക്കിലിട്ടാമിട്ട് പൊട്ടിക്കുന്നതാണ്. രണ്ടാം പകുതിയിൽ ഈജിപ്റ്റ് വീണ്ടും ആക്രമിച്ചു. മുസ്തഫ സീക്കോയുടെ ഗോള് സ്കോർ 2-0 എന്ന നിലയിൽ അർജൻറ്റീനയെ പിന്നിലാക്കിക്കൊണ്ട് മുസ്തഫ സീക്കോ എന്ന് പറയുന്ന താരത്തിക്കൂടെ ഗോൾ. അവന്മാർ അറ്റാക്കിങ് ഒരു രക്ഷയില്ല. അവന്മാർ അറ്റാക്കിങ് കിടുവാണ്. അവന്മാരെ ബോൾ കൊണ്ട് പോകുമ്പോൾ എല്ലാം നമുക്ക് പണിയായിരുന്നു. പക്ഷെങ്കിൽ ഒരു വിധത്തിലൊക്കെ അർജൻറ്റീനിയൻ ഡിഫൻസ് പൊരുതി നിന്നു എന്ന് പറയാം. കാരണം അതുപോലത്തെ അറ്റാക്കിങ് കാര്യങ്ങളാണ് ഈജിപ്റ്റ് അഴിച്ചു വിട്ടത്. കാരണം കുറച്ച് മത്സരങ്ങളിലായിട്ട് അർജൻറ്റീനയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയാണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം സെമി ഫൈനലിലോട്ടായാലും ക്വാർട്ടറിലോട്ടായാലും എല്ലാം കടക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കടമ്പകൾ അർജൻറ്റീന കടക്കാനുണ്ട്. ഇപ്പോഴത്തെ ഫോം ഔട്ടും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറ്റി വെച്ച് നല്ലൊരു രീതിയിൽ അർജൻറ്റീന കളിച്ചു കഴിഞ്ഞാൽ അർജൻറ്റീനയ്ക്ക് ഒരു തവണയും കൂടെ മെസ്സിക്ക് അവരുടെ ലോകകപ്പിൽ മുത്തമിടാൻ കഴിയും. പിന്നെ നിലവിലെ ലോക ചാമ്പ്യന്മാർ പുറത്താകാൻ വെറും 11 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ, പക്ഷേ അതിനുശേഷം നടന്ന ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും തിരിച്ചുവരവുകളിൽ ഒന്നായിരുന്നു നമ്മുടെ അർജൻറ്റീന നടത്തിയ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും 11 മിനിറ്റുകൾക്കുള്ളിൽ 3 ഗോൾ അടിച്ച് തിരിച്ചു വന്ന ലോകകപ്പ് ചരിത്രത്തിലെ ഏക ഒരു മത്സരം അത് നമ്മുടെ ഈജിപ്റ്റ് വേഴ്സസ് അർജൻറ്റീന മാച്ചിൽ അർജൻറ്റീന നടത്തിയ ഒരു കംബാക്കാണ്. ഒരു വേൾഡ് ക്ലാസ് എന്ന് പറയാം. ഒരു പീക്ക് ലെവലിൽ ആരാധകരെല്ലാം എത്തിച്ച് മറ്റുള്ള വിരോധികളെല്ലാം അണ്ണാക്കിനകത്തിട്ട് അവരുടെ പറയാനൊന്നും ഇല്ല. അവിശ്വസനീയം, അൺഅവൈലബിൾ. വിശ്വസിപ്പിക്കാൻ കഴിയാത്ത രീതി. 79-ാം മിനിറ്റിൽ ക്രിസ്ത്യൻ റൊമേറോയിലൂടെ ഒരു ഹെഡർ ഗോള് ക്രിസ്ത്യൻ റൊമേറോ നേടി. അതും നമ്മുടെ മെസ്സിയുടെ സാക്ഷാൽ മെസ്സിയുടെ ഒരു സംഭാവന, ഒരു അസിസ്റ്റ് എന്ന് പറയാം. ഒരു പെനാൽറ്റി കളഞ്ഞെങ്കിൽ എന്താണ്, താരം അതനുസരിച്ച് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്.
പിന്നെ സ്കോർ 2-1 ആക്കി അർജൻറ്റീനയ്ക്ക് വീണ്ടും പ്രതീക്ഷ കൂട്ടി. 83-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ താൻ നഷ്ടപ്പെടുത്തിയ പെനാൽറ്റിയുടെ നിരാശ മറന്ന് ഗോൾ നേടി സ്കോർ 2-2. മത്സരം വീണ്ടും ജീവിച്ചു, ഒരു ജീവൻ വെച്ചു അവിടെ. മെസ്സിയുടെ ഒരു വെടിച്ചില്ല, ഒരു കൂട്ടപ്പുഴച്ചികൾക്കുള്ളിൽ മെസ്സിയുടെ കാലിൽ പന്ത് കിട്ടിയത് മെസ്സി അടിച്ച് വലയ്ക്കുള്ളിൽ കയറ്റി അത് ബാറിലിടിച്ച് 2 തവണ ബാറിലിടിച്ചാണ് അകത്ത്. അത്രയ്ക്ക് പവറിലാണ് മെസ്സിയുടെ ഒരു ബാങ്കർ പോയെന്ന് ഓർക്കുക. അത് 2-2 എന്ന സ്കോറിൽ മത്സരത്തിന് ഒരു ജീവൻ വെപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു മത്സരം നിന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു അർജൻറ്റീന ഫാൻ നിലയിൽ എന്തൊരാഘോഷം, എന്തൊരു ആരവോ, എന്തൊരു വികാരമാണെന്നറിയാമോ ആ ഒരു സമയത്ത്. എത്ര തലയിൽ കൈവച്ച് വിഷമിച്ച് കണ്ണുനീര് വരേണ്ട ആ സ്ഥാനത്ത് ആനന്ദ കണ്ണീര് കൊണ്ട് നിറച്ചൊരു ടീമാണ് നമ്മുടെ അർജൻറ്റീന എന്ന് പറഞ്ഞാൽ, അറിയാമോ. പിന്നെ ഇഞ്ചുറി ടൈം അവസാന ആക്രമണം ലൗട്ടാരോ മാർട്ടിനസിൻ്റെ ഒരു കിടിലൻ താരത്തെ അവസാന 10 മിനിറ്റത്തേക്ക് താരത്തെ ഇറക്കിയെങ്കിലും ആ ഒരു അറ്റാക്കിങ് ഇൻറ്റൻറ്റ് കൂടിയത് ആൽവാരോ മാർട്ടിനസ് വന്നേ പിന്നാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പിന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു ഹെഡർ, 2 ഗോൾ ഹെഡറായിരുന്നു. പക്ഷേ എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു ഹെഡർ, ആ സെക്കൻഡ് പോസ്റ്റിലോട്ടുള്ള ഫിനിഷിങ് എല്ലാം ഒരു വേൾഡ് ക്ലാസ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ആ ഒരു കംബാക്ക് അത് ജീവിതത്തിൽ ഒരു സ്വപ്നം കണ്ടുപോലും ഒരു പോർച്ചുഗലിൻ്റെയോ ഒരു ബ്രസീലിൻ്റെയോ മറ്റ് വിരോധികളോ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സംഭവമാണ് അവിടെ ആ ഒരു 11 മിനിറ്റിൽ അവിടെ നടന്നത്. വെറും 11 മിനിറ്റിൽ അവർക്ക് 2 ഗോൾ അടിക്കാൻ വേണ്ടി കുറച്ച് സമയം കൂടുതലെടുത്തു, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ്. പക്ഷെങ്കിൽ വെറും 11 മിനിറ്റ് കൊണ്ട് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞ അർജൻറ്റീന ഉണ്ടെങ്കിൽ ഇനി അവർക്ക് ചെയ്യാൻ അതിനപ്പുറം കഴിയും, അതിനപ്പുറം ആരും അളക്കാൻ വരരുത്. പിന്നെ ഇഞ്ചുറി ടൈം അർജൻറ്റീന 3-2 സ്കോർ, ഈജിപ്റ്റ് അർജൻറ്റീന 3-2 എന്ന സ്കോർ. 2-0 പിന്നിലിരുന്ന ടീം വെറും 11 മിനിറ്റിനുള്ളിൽ 3 ഗോൾ നേടി ക്വാർട്ടർ ഫൈനലിൽ കുതിച്ചു. മെസ്സി ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയെങ്കിലും ഒടുവിൽ ഗോൾ നേടി ടീമിനെ പ്രചോദിപ്പിച്ചു. കണ്ണീരോടെ ആഘോഷിച്ച ആ വിജയം ലോകകപ്പിലെ മറക്കാനാവാത്ത രാത്രികളിൽ ഒന്നായി മാറി. നമ്മുടെ ലോകകപ്പിൽ ഇനി ആരും മറക്കുകയില്ല ഈ ഒരു കംബാക്ക്. ഇങ്ങനൊരു കംബാക്കിനകത്ത് ടീം ഏതാ, ഇങ്ങനൊരു കംബാക്ക് നടന്ന വർഷം ഏതാ, ഇങ്ങനൊരു കംബാക്ക് നടന്ന ഏത് ടീമിലൂടെ കളിച്ചപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആര് പറഞ്ഞാലും അർജൻറ്റീന ഫാൻസ് മറക്കില്ല. അത് എന്നും ഓർമ്മകളിൽ കാണും. പിന്നെ എന്നും ഓർമ്മകളിൽ കാണും. നമുക്കിനി സ്റ്റാറ്റ് നോക്കുന്ന ഒരു ബേസ് വരികയെന്നുണ്ടെങ്കിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി 79-ാം മിനിറ്റിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി റൊമേറോ അടിച്ചു. 83-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ ലിയോ മെസ്സി അടിച്ചു. 93-ാം മിനിറ്റിൽ ഫെർണാണ്ടസ് സ്കോർ ചെയ്തു. 15-ാം മിനിറ്റിലും 67-ാം മിനിറ്റിലുമാണ് അവർ 2 കില്ലർ സ്ട്രൈക്കേഴ്സ്, അവർ അറ്റാക്കേഴ്സ് ഗോൾ സ്കോർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അർജൻറ്റീന ടീമിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ലൗതാരോ മാർട്ടിനസിന് 4.5 ആണ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രകടനമാണ് താരം കളിച്ച് 2 ഗോൾ വഴങ്ങിയെങ്കിലും താരം അത്യാവശ്യം നല്ലൊരു പ്രകടനം തന്നെയാണ് ടീമിൽ കാഴ്ചവെച്ചത്. പിന്നെ മൊളീന താരം കുഴപ്പമില്ലാതെ ടീമിന് വേണ്ടി കളിച്ചു. പിന്നെ ക്രിസ്ത്യൻ റൊമേറോ താരത്തിന് മൊളീനയ്ക്ക് 6.6 ആണ്, റൊമേറോയ്ക്ക് 7.5 ആണ്. നമ്മുടെ മാർട്ടിനസിന് വരുന്നത് 7.4 ആണ്. നമ്മുടെ പിന്നെ ഒരു RB അവന് 6.1 ആണ്. പിന്നെ പരേഡസിന് വരുന്നത് 6.9 ആണ്. പിന്നെ ഡീപോളിന് വരുന്നത് 6.2 ആണ്. ഫെർണാണ്ടസിന് വരുന്നത് 7.3 ആണ്. പിന്നെ മക്കൽസ്റ്ററിന് വരുന്നത് 6.4 ആണ്. മെസ്സിക്ക് വരുന്നത് 8.1 ആണ്. പിന്നെ ആൽവാരോയ്ക്ക് വരുന്നത് 6.4 ആണ്. പിന്നെ അവരുടെ റേറ്റിംഗ് നോക്കേണ്ട കാര്യമില്ല, അധികം നോക്കില്ല. കാരണം പിന്നെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം കളിച്ചതിൽ അർജൻറ്റീന കളിച്ചു, ടീമും സ്റ്റാറ്റും എല്ലാം അർജൻറ്റീന കളിച്ചു. പക്ഷെങ്കിൽ ജയം അർജൻറ്റീനയുടെ തന്നെയാണ്. കാരണം ഷോട്ട് 17 അർജൻറ്റീന എടുത്ത വെറും 4 ഷോട്ടാണ് നമ്മുടെ ഈജിപ്റ്റ് ഉതിർത്തത്. നിങ്ങൾ ചിന്തിക്കുക, വെറും 4 ഷോട്ട്, 17 ഷോട്ട് അർജൻറ്റീന എടുത്തപ്പം ഈജിപ്തിന് വെറും 4 ഷോട്ട് എടുക്കാൻ കഴിഞ്ഞത്. 17 എണ്ണം അർജൻറ്റീന ഓൺ ടാർഗറ്റ് ആക്കിയപ്പം വെറും 4 ഷോട്ട് 2 ഷോട്ടാണ് ഈജിപ്തിന് അർജൻറ്റീനയുടെ വലയിലോട്ട് ഇടാൻ കഴിഞ്ഞത്. അത് 2 ഗോളായി മാറിയിട്ടുണ്ട്.
പിന്നെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 58% പൊസിഷൻ അർജന്റീനയുടെ കയ്യിലുള്ളപ്പോൾ വെറും 42 പൊസിഷൻ മാത്രമാണ് നമ്മുടെ ഈജിപ്തിൻ്റെ കയ്യിലുള്ളത്. അന്നേരം നോക്കുക. പിന്നെ 599 പാസ് അർജന്റീന കളിച്ചപ്പോൾ വെറും 337 പാസ്സാണ് നമ്മുടെ ഈജിപ്റ്റ് കളിച്ചിരിക്കുന്നത്. അന്നേരം ആറിലാണ് കൂടുതൽ സമയം ബോൾ ഇരുന്ന് ചിന്തിക്കുക. പിന്നെ പാസിങ് ആക്കുറസി 91% പാസിങ് ആക്കുറസി അർജന്റീനയുടെ കയ്യിലുള്ളപ്പം വെറും 83% നമ്മുടെ ഈജിപ്തിൻ്റെ കയ്യിലുള്ളത്. 13 ഫൗള് അർജന്റീന, വെറും 10 ഫൗളാണ് നമ്മുടെ ഈജിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ യെല്ലോ കാർഡ് അർജന്റീനയ്ക്കില്ല, പക്ഷേ അവിടെ ഒരു മുൻതൂക്കം ഈജിപ്തിനുണ്ട്. വെറും 4 യെല്ലോ കാർഡ് അവർക്കുണ്ട്. പിന്നെ റെഡ് കാർഡ് ആർക്കുമില്ല. ഓഫ് സൈഡ് 3 തവണ അർജന്റീന വീണു, ഒരു തവണ പോലും നമ്മുടെ ഈജിപ്റ്റ് വീണിട്ടില്ല. 6 കോർണർ അർജന്റീന അടിച്ച വെറും 1 കോർണറാണ് നമ്മുടെ ഈജിപ്റ്റ് എടുത്തത്. നോക്ക്, കളിയുടെ ഗതികളൊക്കെ നോക്കൂ, കളിയുടെ കാര്യങ്ങളൊക്കെ നോക്ക്. ഇനി അടുത്ത മാച്ച് വരാൻ പോകുന്നത് അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡാണ്. അത് ഈ വരുന്ന ഞായറാഴ്ച 12-ാം തീയതി 6:30-നാണ് ആ മത്സരം നടക്കുന്നത്. അർജന്റീനയും സ്വിറ്റ്സർലാൻഡും. ഇന്നലത്തെ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡുമായിട്ട് നമ്മുടെ കൊളംബിയയായിട്ട് സ്വിറ്റ്സർലാൻഡ് ജയിച്ചു. പെനാൽറ്റി ഷൂട്ടിൽ 4-3 സ്കോറിനാണ് ജയിച്ചത്. അന്നേരം അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത കളി സ്വിറ്റ്സർലാൻഡും അർജന്റീനയും വരുന്നത്. അതെന്തായിരിക്കും നമുക്ക് കണ്ടറിയാം. കാരണം ലിയോ മെസ്സിയും താരങ്ങളും സ്കെലോനിയും എല്ലാം ഭയങ്കര ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ മത്സരങ്ങൾ കാണുന്നതും കളിക്കുന്നതൊക്കെ. എന്തായിരിക്കും എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അവരുടെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വിശദീകരിച്ച് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും, എല്ലാ അർജന്റീന ഫാൻസിനും നല്ലൊരു ദിവസങ്ങൾ ഇനി അങ്ങോട്ട് നേരുന്നു. ഓക്കെ.